ഓമലെ നമ്മൾ വിരഹാർത്ത കാമുകർ, സ്മരണ ചുവപ്പിന്റെ നിഴലിൽ കുരുത്തവർ, പണ്ടേ പൊലിഞ്ഞ കിനാവുകൾ, നമ്മൾ ഇന്നേതോ പുരാതന ഡയറി കുറിപ്പുകൾ. അറിവിന്റെ പ്രണയകാലത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. അറിവിനെ പ്രണയിക്കുന്ന രേഖാ മേനോൻ, ഗുഡ് ഈവനിങ്. IT പ്രണയിക്കുന്ന ശില്പ, ഗുഡ് ഈവനിങ്. ഈ ദിവസം ആരാണ് ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കെടുക്കാനെത്തുന്ന മത്സരാർത്ഥി? കാണാം അദ്ദേഹത്തെക്കുറിച്ച് ചില വിവരങ്ങൾ. ഞാൻ റജി ഫിലിപ്പ്, കോട്ടയം ജില്ലയിലെ കങ്ങഴിയിൽ നിന്ന് വരുന്നു. ഏകദേശം 10 വർഷങ്ങളായി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്നു. 6 വർഷത്തോളം ന്യൂസിലാൻഡിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലിയുമായിരുന്നു. അശ്വമേധത്തിൽ പങ്കെടുക്കണമെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലുമൊക്കെ എന്നും ഒരു അത്ഭുത വൃക്ഷമാണ് ഈ പ്രദീപ് സാർ. പല കെമിസ്ട്രികളും മനസ്സിലായിട്ടുള്ള എനിക്ക് മനസ്സിലാകാത്ത ഒരു രസതന്ത്രത്തിൻ്റെ ഭാഷയാണ് അശ്വമേധം എന്നുള്ളത്. എന്നും ഇതിൻ്റെ ഒരു കെമിസ്ട്രി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. ഒരു നല്ല പ്രസംഗകനായി എനിക്ക് അദ്ദേഹത്തിൻ്റെ പദസമ്പർത്ത് കൈവശമാക്കിയാൽ കൊള്ളാമെന്നും ആഗ്രഹമുണ്ട്. ഗുരുശിഷ്യ ബന്ധത്തിൽ എപ്പോഴും പ്രാധാന്യം ഗുരുവിന് തന്നെയാണ്. ഗുരു ജയിക്കുകയാണ് എപ്പോഴും അഭികാമ്യവും. അതുകൊണ്ട് മത്സരത്തിൽ ജയിക്കുകയോ പരാജയമോ എന്നുള്ളതൊരു പ്രശ്നമേ അല്ല. എങ്കിലും നിങ്ങളുടെ നിറഞ്ഞ പ്രാർത്ഥനയോടെ ഞാൻ മുന്നോട്ട് പോകട്ടെ, പ്രാർത്ഥിക്കുക. So that was the profile of Mr. Reggie Philip. Welcome to the show, Mr. Reggie. All the best. ആ ബൗളിൽ നിന്നും ഒരു വിഷയം എടുക്കാം. നന്നായി ഷഫിൾ ചെയ്തൊരു വിഷയം എടുത്തു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരാളിന്റെ പേര് റജിക്ക് മനസ്സിൽ വിചാരിച്ച് ജൂറിക്ക് സമർപ്പിക്കാം. റജി കോട്ടയം ജില്ലയിൽ എന്ത് ചെയ്യുന്നു? ടീച്ചറാണ്. ഏത് സ്കൂളിലാണ്? കങ്ങഴ ഗവൺമെന്റ് സ്കൂൾ, ഹയർ സെക്കൻഡറി എയ്ഡഡ് സ്കൂളിലാണ്. റജി ഫിലിപ്പ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അതിനു മുൻപ് റജി കൊടുത്ത പേര് അപ്രൂവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം. രേഖ, റജി വിചാരിച്ച പേര് അപ്രൂവ് ചെയ്തു? ശരിക്കും മാഷല്ലേ? തീർച്ചയായിട്ടും യു വിൽ ബി ഹെൽപ്പിംഗ് ഹിം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്, മിസ്റ്റർ. റജി ഫിലിപ്പ്, അതെ. വീട്ടിലാരൊക്കെയുണ്ട്? മദറും ഫാദറും. മദറും ഫാദറും. വിവാഹിതനല്ല? വിവാഹിതനാണ്. വൈഫ് ന്യൂസിലാൻഡിലാണ്. എന്താ പഠിപ്പിക്കുന്ന വിഷയം? കെമിസ്ട്രി. വായിക്കാറുണ്ട്. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് വായിച്ചൊരു കവിതയുണ്ട്. എനിക്കെല്ലാം സാറിൻ്റെ എല്ലാ കവിതകൾ സാറ് ചൊല്ലുന്നതും അതുപോലെ കേൾക്കാൻ ഇഷ്ടമാണ്. ആണല്ലേ? അല്ലതൊരു ഇംഗ്ലീഷ് കവിതയാണ്. I shot a bow into the forest and a word into the air, and finally I could find the bow. മലയാളത്തിൽ പറഞ്ഞാൽ ഞാനൊരു അമ്പും കാട്ടിലേക്ക് അയച്ചു, ഒരു വാക്കും ആകാശത്തിലേക്ക് അയച്ചു. കുറേ അലഞ്ഞപ്പോൾ അമ്പ് കാട്ടിലെ ഒരു ഓക്കുമരത്തിൽ തറഞ്ഞിരിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു. എനിക്കത് വലിച്ചൂരി എടുക്കാൻ കഴിഞ്ഞു. വാക്ക് ഒരു സുഹൃത്തിൻ്റെ മനസ്സിൽ തറഞ്ഞിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കത് വലിച്ചൂരി എടുക്കാൻ കഴിഞ്ഞില്ല. കവിത ശരിയല്ലേ? അത് തീർച്ചയായും. റജി ഫിലിപ്പും ഒരുമിച്ച് നമുക്ക് പ്രവേശിക്കാം അറിവിന്റെ ഈ രാജരഥിയിലേക്ക്. യാഗം. റജി വിചാരിച്ച വ്യക്തി ഒരു ഏഷ്യക്കാരനാണോ? അതെ. താങ്ക് യു. അപ്പോൾ ഇനി പുരുഷനാണോ എന്ന് ഞാൻ ചോദിക്കണ്ട, ഞാൻ ഏഷ്യക്കാരനാണോ എന്നാണ് ചോദിച്ചത്. അതെ എന്ന് താങ്കൾ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം അത് പുരുഷനാണ് എന്നാണ്. നമ്പർ 2, ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇന്ത്യൻ? അതെ. മലയാളി? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം? അതിലുണ്ട്. പ്രധാന മേഖല രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ? അല്ല. താങ്കൾ പറഞ്ഞതിൽ തെറ്റുണ്ടല്ലോ. അല്ല, അതിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തെ കൂടുതൽ അറിയപ്പെടുന്നത് അങ്ങനെ മുഴുവൻ പറയണ്ട. പക്ഷേ രാഷ്ട്രീയത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു. രാഷ്ട്രീയം, കല, സാഹിത്യം എന്ന ഈ 3 മേഖലകളുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിലുണ്ട്. പ്രധാന പ്രശസ്തിയല്ല. അല്ല ആണ് എന്നാണ് ജൂറി പറയുന്നത്, അല്ലേ? ഇറ്റ് ഡിപ്പെൻസ്. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന, ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ തന്നെ ആലോചിക്കുമ്പോൾ, ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ, ഹി കുഡ് ബി എ ബാറ്റ്സ്മാൻ, ഹി കുഡ് ബി ഓൾസോ എൻ ഓൾറൗണ്ടർ, റൈറ്റ്? അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ. അതായത് രാഷ്ട്രീയം, കലാ, സാഹിത്യം അല്ലാതെ മറ്റു മേഖലകളും ഉണ്ട് എന്നുള്ളതിനോട് യോജിക്കുന്നുണ്ട് ജൂറി? യോജിക്കുന്നുണ്ട്.
വളരെ വൈറ്റലായി ഇത് മൂന്നും അല്ലാതെ വേറെ മേഖല ഉണ്ടായേക്കാം. തീർച്ചയായും ഉണ്ട്. ബിസിനസ് ഉണ്ട്. അതാണ് പ്രധാന പ്രശസ്തി. അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രധാന പ്രശസ്തിയെ കുറിച്ച് അല്ല, 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 മാത്രമാണ് അല്ല, റജി. അല്ല, അല്ല, സർ. അപ്പൊ അല്ല എന്ന് പറയൂ. അല്ല, അല്ല എന്ന് അല്ല, പറയൂ. അല്ല. അത് ഉദാഹരണത്തിന് താങ്കൾ ഒരാളിനെ വിചാരിച്ചാൽ അദ്ദേഹത്തിന് വേറെ ഒരുപാട് കാര്യങ്ങൾ കാണും. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വൈറ്റൽ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. വൈ ഡിഡ് യു തിങ്ക് ഹിം എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ വൈ പീപ്പിൾ നോ ഹിം എന്നുള്ളതാണ് ചോദ്യം. 1950 ശേഷമാണ് മരിച്ചത്. അതെ. ആണ്. 1980 ശേഷമാണ് മരിച്ചത്. അതെ. ആണ്. മധ്യ കേരളം, കോട്ടയം, ചങ്ങനാശ്ശേരി ഉൾക്കൊള്ളുന്നു. അതെ. ആണ്. മധ്യ കേരളമാണ്. അതെ. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരായിരുന്നു? പ്രശസ്തരാണ്. പ്രശസ്തരാണ്. മകൻ പ്രശസ്തനാണ്. പറയത്തക്ക രീതിയിലുള്ള പ്രശസ്തിയില്ല. അല്ല. ഇല്ല. രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. അതിൽ മാത്രമല്ലായിരുന്നു. ഉണ്ടായിരുന്നു. പ്രധാനമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം. തുടങ്ങിയത് അതിലായിരുന്നു. കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടു. പിന്നെ തീർച്ചയായും ഉണ്ട്. MP ഒ MLA ഒ ആയിട്ടുണ്ടോ? ഉണ്ട്. ആയിട്ടുണ്ട്. ഉണ്ട്. പത്രപ്രവർത്തന മേഖലയുമായി ബന്ധമുണ്ടായിരുന്നു. യെസ്. കേരളത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും പഴയ പത്രവുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടോ? ഇല്ല. ഇല്ല. പേരിന്റെ ഏതെങ്കിലും ഭാഗം C എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നുണ്ടോ? ഇല്ല. നോ. ജിയിൽ ആരംഭിക്കുന്നുണ്ടോ? ഉണ്ട്. ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. കോൺഫിഡന്റ് ആണോ? അങ്ങേ പോലുള്ള ഒരാളുടെ പിന്നിരിക്കുമ്പോൾ സാധ്യത കുറവാണ്. അല്ലേ? 4 ചോദ്യങ്ങൾ ഒന്നിലും എത്തിയില്ലല്ലോ. ചുമ്മാ വല്ല KM ജോർജ് എന്നെങ്ങാനും ഒരു ഗസ് ചെയ്യാന്നുള്ളതല്ലാതെ. പറയൂ. കൺഗ്രാറ്റുലേഷൻ. ഡോക്ടർ ജോർജ് തോമസ്. ഏതാണ് പത്രം? മനോരാജ്യം. മനോരാജ്യം. അദ്ദേഹം മനോരാജ്യത്തിൻ്റെ പേരിൽ മാത്രമാണ് കൂടുതൽ അറിയപ്പെടുന്നത്. പൊളിറ്റീഷ്യൻ എന്നുള്ളത് അറിയില്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വൈഫ് റേച്ചൽ തോമസ് അതിപ്രശസ്തിയായ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന പാചക വിദഗ്ധയായിരുന്നു. കേരള ധ്വനി എന്ന പത്രം നടത്തി കല്ലുപ്പാറ MLA ആയിരുന്നു. കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക അംഗമാണ്. ആദ്യം പ്രവർത്തനം തുടങ്ങിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലാണ്. വെരി ഗുഡ്. കൺഗ്രാറ്റുലേഷൻ. മിർ റിയൽറ്റേഴ്സിന്റെ 5000 രൂപ താങ്കൾക്ക് സമ്മാനം. വെരി ഗുഡ്. ജോർജ് തോമസ് 1926 കേരളത്തിലെ കോട്ടയം ജില്ലയിലാണ് ഡോക്ടർ ജോർജ് തോമസ് ജനിച്ചത്. ആദ്യകാലങ്ങളിൽ ഇദ്ദേഹം ഒരു പത്രാധിപനായിരുന്നു. എങ്കിലും പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ഘടകവും കല്ലൂപ്പാറ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് MLA-യുമായിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് വാഷിംഗ്ടണിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം കേരള കോൺഗ്രസിന്റെ സ്ഥാപകരിൽ ഒരാളായി അറിയപ്പെട്ടിരുന്നു. കേരള ധ്വനി, കേരളഭൂഷണം, മനോരാജ്യം എന്നീ വാരികകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു. 1993 സെപ്റ്റംബർ 17 അദ്ദേഹം നിര്യാതനായി. ഇടവേളയ്ക്ക് പോകുമ്പോൾ റജി രണ്ടാമത്തെ ബൗളിൽ നിന്നും മറ്റൊരു വിഷയം തിരഞ്ഞെടുക്കുകയും മറ്റൊരാളിനെ മനസ്സിൽ ഓർമ്മിക്കുകയും ചെയ്യും. അതിനു മുൻപ് പ്രേക്ഷകരോടുള്ള എൻ്റെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം: കേരള കോൺഗ്രസിന്റെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? കേരള കോൺഗ്രസിന്റെ സ്ഥാപക പ്രസിഡന്റ് ആരാണ്? ആദ്യ റൗണ്ടിൽ റജി ഗംഭീരമായി മത്സരിച്ചു, മനോഹരമായി മത്സരിച്ചു. ജോർജ് തോമസിനെ മനസ്സിൽ വിചാരിച്ചു. 5000 രൂപയുടെ സമ്മാനം നേടി. രണ്ടാം റൗണ്ടിൽ ബൗളിൽ നിന്നൊരു വിഷയമെടുത്തു, അല്ലേ?
അത് അപ്രൂവ് ചെയ്തു രേഖ? Yes, I do approve, yeah. ആൻഡ് യു വിൽ ബി ഹെൽപ്പിംഗ് ഹിം. Of course. ഇരിക്കൂ റജി, ഇരിക്കൂ. റജി, കുട്ടികൾ രണ്ടുപേരാണ്. എന്താ അവരുടെ പേര്? രേഷ്മ ആൻഡ് സാം. എത്ര കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ? 1500 1000 മിച്ചം വരും. 1000 കൂടുതൽ കുട്ടികളുടെ അധ്യാപകനാണ് താങ്കൾ. അല്ല, സ്കൂളിൽ മൊത്തം എനിക്ക് ഹയർ സെക്കൻഡറി തന്നെ 300 കുട്ടികളെ. നിങ്ങളെല്ലാം നിങ്ങളുടെ അധ്യാപകന്റെ പെർഫോമൻസ് കാണുക, അദ്ദേഹത്തെ ആശംസിക്കുക. തുടങ്ങാം. ഇന്ത്യൻ? അതെ. മലയാളി? വീണ്ടും അതെ. എന്തൊരു സംശയം പോലെ. കേരളത്തിലല്ലേ പ്രധാന പ്രവർത്തന മേഖല? അല്ല. അതാണ് മൊത്തം സംശയം. ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. 50 വയസ്സ് കഴിഞ്ഞു? അതെ. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അല്ല സർ. അല്ല. അല്ല. ശാസ്ത്രം? അല്ല. സ്പോർട്സ്, ഉദ്യോഗം? പ്രധാന പ്രശസ്തി അല്ല. അതെ, അതിലൊന്നുണ്ട്. പ്രധാന പ്രശസ്തി ഇതിലൊന്നുണ്ട്? അതെ, ഉണ്ട്. അതിൽ പ്രധാന പ്രശസ്തി അതെ ആണ്. ഇതിലൊന്നാണ്. സ്പോർട്സ്, ഉദ്യോഗം ഇതിലൊന്നാണ്. രാഷ്ട്രീയം, കലാ, സാഹിത്യം, സയൻസുമായി ബന്ധപ്പെട്ടതല്ല. No. സ്പോർട്സ് ആണ്? അല്ല. യൂണിഫോം ഉള്ള ഒരു ഉദ്യോഗമാണോ? അല്ല. പോലീസ്, മിലിറ്ററി, ഡോക്ടർ, അല്ല. അഡ്വക്കേറ്റ്, അങ്ങനെ? അല്ല. അങ്ങനെ യൂണിഫോം ഉള്ള ഒരു ഉദ്യോഗം അല്ല. 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 ഹിന്ദു? അല്ല. അദ്ദേഹം രാഷ്ട്രീയമായ ഔദ്യോഗിക പദവികൾ, പൊളിറ്റിക്കൽ ഒഫീഷ്യൽ പദവികൾ വല്ലതും അലങ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. പൊളിറ്റിക്കോ ഒഫീഷ്യൽ പദവികളൊന്നും അലങ്കരിച്ചിട്ടില്ല. ഇല്ല. ഇല്ല. പക്ഷെ ഉദ്യോഗം തന്നെയാണ് പ്രധാനം. അതെ. എന്നാൽ അത് കേരളത്തിലല്ല എന്നാണ് പറഞ്ഞത്, അല്ലേ? അല്ല. സൗത്ത് ഇന്ത്യയിൽ തന്നെയാണോ? അല്ല. ഇന്ത്യയിൽ തന്നെയാണോ? അല്ല. പേരിന്റെ ഏതെങ്കിലും ഭാഗം സിയിൽ ആരംഭിക്കുന്നുണ്ടോ? നോ സർ. ചെറിയാന്റെ സി, ക്രിസ്റ്റിയുടെ സി? ഇല്ല. സിയിൽ ആരംഭിക്കുന്നില്ല. സർ. അമേരിക്കൻ കോണ്ടിനെന്റ്സിലാണോ അദ്ദേഹം? അല്ല. അല്ല. യൂറോപ്പിൽ? അല്ല. നിങ്ങൾ വർക്ക് ചെയ്തിരുന്ന ന്യൂസിലാൻഡിൽ? നോ സർ. അയാൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗിക പ്രതിനിധിയായാണോ മറ്റേതെങ്കിലും രാജ്യത്ത് പ്രവർത്തിക്കുന്നത്? നോ സർ. അല്ല. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ റജി. പറയൂ. ടോണി ഫെർണാണ്ടസ് എയറേഷ്യയുടെ CEO ആയിട്ട് വർക്ക് ചെയ്യുന്നു. എയറേഷ്യ നഷ്ടത്തിലായിരുന്ന സമയത്ത് ഏറ്റെടുത്ത് ഭംഗിയാക്കി വിജയിപ്പിച്ച മലയാളി. ആന്റണി ഫ്രാൻസിസ് ടോണി ഫെർണാണ്ടസ് എന്ന വ്യവസായ പ്രമുഖൻ 1964 ഏപ്രിൽ 30 മലേഷ്യയിലെ കോലാലംപൂരിൽ ജനിച്ചു. ഇദ്ദേഹമാണ് ട്യൂൺ എയർ സംഘടന രൂപീകരിച്ചത്. ഈ സംഘടനയാണ് ആദ്യമായി വളരെ വില കുറഞ്ഞ ഫ്ലൈറ്റുകൾ തയ്യാറാക്കിയത്. എയറേഷ്യ എന്ന വിമാന കമ്പനിയുടെ CEO ആയ അദ്ദേഹം 2003 അന്നത്തെ മലേഷ്യൻ മുഖ്യമന്ത്രിയായ ട്യൂൺ ഡോക്ടർ മഹാതിർ മുഹമ്മദിനോടൊപ്പം ചേർന്ന് കൊണ്ടുവന്ന പുതു ആശയമായ ഓപ്പൺ സ്കൈ എഗ്രിമെന്റ്സ് ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് സഹായിച്ചു. 2014 ഫെബ്രുവരിയിൽ മലേഷ്യയിലെ പ്രമുഖ ധനികരിൽ ഒരാളായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ റജി. റിയൽറ്റേഴ്സിന്റെ 10,000 രൂപ താങ്കൾ ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞു. എയറേഷ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു ഭയം തോന്നി തുടങ്ങിയ ഒരു കാലത്താണ് താങ്കൾ ടോണി ഫെർണാണ്ടസിന്റെ പേര് മനസ്സിൽ വന്നത്, അല്ലേ? അതെ. താങ്കൾ 2 തവണയും വിജയിച്ചു. മനോഹരമായ മത്സരമാണ് കാഴ്ചവെച്ചത്. ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനിൽ നിന്നും കൂടുതൽ ഊർജ്ജസ്വലമായ, കൂടുതൽ ഉന്നതമായ മത്സരം ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഇൻ ദ 3rd റൗണ്ട്. താങ്ക് യു സർ. അതിനു മുൻപ് പ്രേക്ഷകർക്കുള്ള ഇന്നത്തെ അടുത്ത ചോദ്യം: തായ്വാനിലെ അധ്യാപക ദിനം ആരുടെ ജന്മദിനമാണ്? വെൽക്കം ബാക്ക് ടു ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവർഡ് ബൈ സാറാസ് കറി പൗഡർ. Raji, congratulations for consecutive 2 victories. Thank you. Well done. And Rekha, the 3rd time
മൂന്നാമത്തെ തവണയും അപ്രൂവ്ഡ് ഹാട്രിക്കിനായിട്ട് നമുക്ക് നോക്കാം. ഹാട്രിക്. ആൻഡ് യു ആർ ദേർ ടു ഹെൽപ്പ്. റെഡി? പ്ലീസ്. സോ ഹാട്രിക് വിജയം നേടാൻ റജിക്ക് കഴിയട്ടെ. താങ്ക് യു സർ. തുടങ്ങാം. തുടങ്ങാം. മലയാളി? അതെ. ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. നോർമൽ ഡെത്ത്? അതെ. രാഷ്ട്രീയ പദവി വഹിച്ചിട്ടുണ്ട്? ഉണ്ട്. MLA യോ MP യോ മന്ത്രിയോ ആയിട്ടുണ്ടോ? ഇല്ല. ഗവർണർ സ്ഥാനമോ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനമോ വഹിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഔദ്യോഗിക രംഗത്തും അദ്ദേഹം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രത്യേകിച്ച് നേട്ടങ്ങൾ ലൈഫിലെ. എന്തായാലും ചോദ്യം ഒന്നും കൂടി പറയാം. ഔദ്യോഗിക രംഗത്തും നേട്ടങ്ങൾ, സിവിൽ സർവീസ് അടക്കമുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. PC അലക്സാണ്ടറിയും മറ്റും പോലെ. ഇല്ല. 80-ന് ശേഷമാണ് മരിച്ചതെന്നല്ലേ? അല്ലേ? അതെ. 90-ന് ശേഷമാണ് മരിച്ചത്. അതെ. ഈ മതപരമായ പ്രശസ്തി എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അതെ. അത് അദ്ദേഹം ഈ പറയുന്നത് പോലെ പേരിന് മുന്നിൽ മാർ, ഫാദർ മുതലായ വിശേഷണങ്ങൾ എന്തെങ്കിലും ഉള്ള ഒരാളാണോ? അല്ല. അല്ല. അപ്പോൾ ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ മതപരമായ പ്രശസ്തിയേക്കാൾ കൂടുതൽ പ്രസക്തി അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പോസ്റ്റിങ്ങിന് തന്നെ, പൊളിറ്റിക്കൽ പദവിക്ക് തന്നെയാണല്ലേ? അല്ല. അദ്ദേഹം ഒരു ലാറ്റിൻ ലാറ്റിൻ ആയിരുന്നോ? അല്ല. ജയിൽ ആരംഭിക്കുന്നുണ്ടോ പേരിൻ്റെ ഏതെങ്കിലും ഭാഗം? ഇല്ല. തീയിൽ ആരംഭിക്കുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഒരു ഭാഗമല്ല, ഒരു ഭാഗമല്ലേ ഉള്ളൂ. ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം 2 ഇനിഷ്യലുണ്ടോ? ഉണ്ട്. കള്ളം പറയരുത്. 2 ഇനിഷ്യലുണ്ടോ? ഒരേ ഇനീഷ്യലാണ്. 2 ഇനിഷ്യൽസ് ഉണ്ടോ? നോ. MM എന്ന് എഴുതിയാൽ 2 ആവില്ലല്ലോ. ഇല്ല. ഒന്നല്ലേ ആവുള്ളൂ. അതെ. MM തോമസിനല്ലേ വിചാരിച്ചത്? അതെ സർ. MM തോമസ് എന്ന വ്യക്തിയെ നിങ്ങൾ അറിയുന്നത് മത നേതാവായാണോ പൊളിറ്റിക്കൽ ലീഡറായിട്ടാണോ? പൊളിറ്റിക്കൽ ലീഡറായാണ്. താങ്കളുടെ കാഴ്ചപ്പാട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ സെമിനാരിയിൽ പഠിപ്പിക്കുന്നുള്ളത് കൊണ്ട് ഒക്കെ ഉണ്ടാവാം. ശ്രീ ബാബു പോൾ ഒരു വലിയ തിയോളജിസ്റ്റാണ്, വലിയൊരു ആധ്യാത്മിക ചിന്തയുള്ള, ആത്മീയ ചിന്തയുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ബാബു പോൾ എന്ന വ്യക്തിയെ ഒരാൾ വിചാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായി അനലൈസ് ചെയ്യുമ്പോൾ ഔദ്യോഗിക മേഖലയാണ് ഡോക്ടർ ബാബു പോളിനെ പ്രശസ്തനാക്കുന്നത് എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. അല്ലേ? ശരിയല്ലേ? മടത്തിപ്പറമ്പിൽ മാമൻ തോമസ് 1916 മെയ് 15-ന് തിരുവല്ല സ്വാതന്ത്ര്യ സമര സേനാനിയായ MM മാമന്റെയും സ്കൂൾ അധ്യാപികയായ ഓറിയാപ്പടിക്കൽ മറിയാമ്മയുടെയും മകനായി ജനിച്ചു. ക്രിസ്തുമത വിശ്വാസിയായിരുന്ന അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താവും നാഗാലാൻഡിലെ മുൻ ഗവർണറുമായിരുന്നു. 1945 മുതൽ 1947 വരെ യുവജന സഖ്യം എന്ന സംഘടനയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചു. ദ അക്നോളജ്ഡ് ക്രൈസ്റ്റ് ഓഫ് ദ ഇന്ത്യൻ റിനൈസൻസ്, റിസ്കിംഗ് ക്രൈസ്റ്റ് സേക്ക്, റിസ്പോൺസ് ടു ടൈറനി എന്നീ കൃതികളുടെ ഉപജ്ഞാതാവായി അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. 1996 ഡിസംബർ 3-ന് അദ്ദേഹം നിര്യാതനായി. താങ്കൾ ഈ കോട്ടയം ചങ്ങനാശ്ശേരി വിട്ട് പുറത്ത് പോയേയില്ല. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു അത് പറയാൻ. അതെന്ത് പറ്റി? ഞാൻ അശ്വമേധൻ്റെ മുൻവർഷങ്ങളിലെല്ലാം കണ്ടപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ സാറ് കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലുമുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണ അറിവുള്ള ഒരാളാണ്. അല്ല, അശ്വമേധം എന്ന പരിപാടിയുടെ ലക്ഷ്യം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ മേഖലകളിലുള്ള, വിവിധ സ്വഭാവങ്ങളിലുള്ള മരിച്ചവരും ജീവിച്ചവരുമായ വ്യക്തികളുടെ ചരിത്രത്തെ പുതിയ തലമുറയുടെ മുന്നിൽ അനാവരണം ചെയ്യണം എന്നുള്ളതാണ്. താങ്കൾക്ക് ക്യാഷ് അവാർഡുണ്ട്. അതിന് മുൻപ് നമ്മൾ ആദ്യം തുടങ്ങിയെടുത്തതെന്ന് വരാം, അല്ലേ? അതെ. നമ്മൾ തുടങ്ങിയത് ഒരു അമ്പിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. അതെ. ഒരു അമ്പ് ഒരു ഓക്കുമരത്തിൽ, ഒരു ആകാശത്തിലേക്ക് ചെയ്ത അമ്പ് ഒരു ഓക്കുമരത്തിൽ ചെന്ന് തറച്ചു നിന്നു. അത് വലിച്ചൂരിയെടുക്കാൻ കഴിഞ്ഞു വളരെ കഷ്ടപ്പെട്ടിട്ട്. പക്ഷേ ഒരു വാക്ക് ഒരു സുഹൃത്തിൻ്റെ ഹൃദയത്തിൽ ചെന്ന് തറച്ചു നിന്നു. മരണം വരെ അയാൾക്കത് വലിച്ചൂരിയെടുക്കാൻ കഴിഞ്ഞില്ല. ആ കവിത ശരി തന്നെയാണ് എന്ന് താങ്കൾ അംഗീകരിക്കുകയും ചെയ്തു. വളരെ ഖേദകരമെന്ന് പറയട്ടെ, ജീവിതത്തിൽ ഈ തുറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളായതുകൊണ്ട്
ഈ വിരലുകൾ ചൂണ്ടുകയും ഹൃദയം കൊണ്ട് പ്രതികരിക്കുകയും സത്യം ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യണമെന്ന ആഗ്രഹമുള്ള ഒരാൾ ആയതുകൊണ്ട് താങ്കളുടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും താങ്കളെ അറിയുന്നവരും കേൾക്കാൻ വേണ്ടി ഞാനൊരു കത്ത് വായിക്കാം. പ്രേക്ഷകർക്ക് കൂടി കേൾക്കാം. കൈരളി ടി വിയിലേക്ക് വന്ന ഒരു കത്താണ്. സോ ജീനിയസ് ആണ്, ക്രിട്ടിക്കൽ, എല്ലാം കൊള്ളാം. CPM-കാർ മാത്രം നടത്തട്ടെ ഈ പരിപാടി. CPM-ന്റെ തേരോട്ടം നടത്താൻ മറ്റുള്ളവരെയും വിളിക്കൂ. അതെങ്ങനെ സ്കോർ ചെയ്യുമല്ലോ. നാണം കെട്ട പരിപാടി. എത്ര ആൻസർ അയച്ചാലും വിളിക്കില്ല. അസൂയയും കുശുമ്പും എനിക്കുമുണ്ട് പ്രതി. റജി ഫിലിപ്സ് എന്ന അധ്യാപകനയച്ച കത്തിലെ വരികളാണ്. ആ അധ്യാപകൻ താങ്കൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. താങ്കളോട് ഇത്ര മാത്രം. ഇത് താങ്കൾക്കുള്ള എൻ്റെ ഒരു പ്രത്യേക സമ്മാനം. ആൻഡ് ശില്പ പ്ലീസ്. ഇത് താങ്കൾക്കുള്ള ഞങ്ങളുടെ അശോപഹാരം. ആൻഡ് മെർ റിയൽറ്റേഴ്സിൻ്റെ 5000 രൂപയുടെ ക്യാഷ്. അശ്വമേധം അറിവിൻ്റെ യാത്രയാണ്. അറിവ് എന്ന വാക്കിന് ജാതിയുടെ, മതത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ, പണത്തിൻ്റെ, മണത്തിൻ്റെ, നിറത്തിൻ്റെ ഭേദമില്ല. അതുകൊണ്ട് തന്നെ അശ്വമേധത്തിൽ പങ്കെടുത്തിട്ടുള്ളവരുടെ എണ്ണം വളരെ വളരെ വലുതാണ്. അത് ശോഭന ജോർജ് മുതൽ ശ്രീമതി ബിന്ദു കൃഷ്ണ എന്ന കോൺഗ്രസ് പാർലമെന്റേറിയൻ സ്ഥാനാർത്ഥി മുതൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ നീളുന്നു അശ്വമേധത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികളുടെ നിര. അശ്വമേധത്തിൻ്റെ 50-ാം അധ്യായം ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ ക്ഷണിച്ചതും ഇവിടെ എത്തിയതും കഴിഞ്ഞ അധ്യായങ്ങളിലൊന്നിൽ നിങ്ങൾ കണ്ടതുപോലെ PC ജോർജാണ്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ അശ്വമേധം രാഷ്ട്രീയത്തിന് അതീതമായി അറിവിനെ സ്നേഹിക്കുന്ന സർവ്വ മലയാളികൾക്കും വേണ്ടിയുള്ള ഒരു കയ്യൊപ്പാണ്. മലയാളികളുടെ ഹൃദയത്തിലെ കാത്തിരിപ്പിൻ്റെ ഒരു പുഴയാണ്. അധ്യാപകർ സ്വയം പലപ്പോഴും തിരുത്തുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അധ്യാപകരെ തിരുത്തേണ്ടി വരും.